കാലം മാറ്റിവെക്കുന്ന നനവാർന്ന ഓർമ്മകൾ. ഒരു കൊച്ചു ഓത്തുപള്ളിക്കൂടമായി നമ്മുടെ സ്കൂളിന് അടിത്തറയിട്ട പ്രിയപ്പെട്ട മൊയ്തീൻ മുല്ലയ്ക്ക് നിറഞ്ഞ പ്രണാമം. AUPS ഇറുമ്പകശ്ശേരിയുടെ ചരിത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ച മഹാനായ സെയ്താലിക്കുട്ടി ഹാജിയാരുടെ ഓർമ്മകൾക്ക് അരനൂറ്റാണ്ടിനോടടുത്ത സുവർണ തിളക്കം. സ്കൂളിന്റെ പ്രിയപ്പെട്ട ഹാജിയാർക്ക് മനസാ പ്രണാമം. സ്കൂൾ പ്രവർത്തനങ്ങൾക്കെന്നും ചുക്കാൻ പിടിച്ച പ്രിയ കുഞ്ഞു ഡോക്ടറുടെ തുടിക്കുന്ന ഓർമ്മകൾക്ക് അശ്രുപൂക്കളാൽ പ്രണാമം. സ്കൂളും കുടുംബവും ഒന്നായി കണ്ട് പിള്ളമാഷ്ടെ സ്കൂൾ എന്ന് ഓമനപ്പേര് നേടിയെടുത്ത നാടിന്റെ പ്രിയപ്പെട്ട കൃഷ്ണപിള്ള മാഷിന് അക്ഷരപ്പൂക്കളാൽ പ്രണാമം. ജീവിതത്തിലെ ഏറിയ പങ്കും സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച് തിരശ്ശീലയ്ക്കപ്പുറം മാഞ്ഞുപോയ പ്രിയഘാതറിക്കയ്ക്ക് പ്രണാമം. സ്കൂൾ ചരിത്രത്തിലെ നനവാർന്ന ഓർമ്മകളായി അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്പൂതിരി മാഷ്, മുഹമ്മദ് മാഷ്, മാധവിക്കുട്ടി ടീച്ചർ, ശ്രീകുമാരൻ മാഷ്, ജാനകി ടീച്ചർ, ഡ്രൈവർ മണിക്ക, കോയക്കുട്ടിക്ക, ഏവർക്കും മനസാ പ്രണാമം. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. തമസ്സിൻ മതിൽ നീക്കി മനസ്സിൽ വരൂ നിനതരൂ പൊൻപ്രഭാതം പ്രപഞ്ചം വിളങ്ങ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. അനവദ്യമാം വിദ്യ ഇരുൾ നീക്കുമെങ്ങും അനുഭൂതി തൂക്കുന്ന നിമിഷങ്ങളേകും. അനവദ്യമാം വിദ്യ ഇരുൾ നീക്കുമെങ്ങും അനുഭൂതി തൂക്കുന്ന നിമിഷങ്ങളേകും. ഹൃദയത്തിലുണരുന്ന സ്നേഹാഭവിത്യം വദനങ്ങളിൽ ശാന്തി കിരണങ്ങളാകാം. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. ഇജിന്റെ മുറുക്കാനുണ്ട് എടുത്ത നമ്മുടെ പറമ്പിലെ തേങ്ങടാൻ ഇന്ന് ആരും എത്തിയില്ല. വന്നില്ല, പണിക്കാര് ജാനും വന്നില്ല. എന്തപ്പോ ഒരു വരാഞ്ഞാണാവോ അറിയില്ല. ആരാണ്ട് വരുന്നുണ്ടല്ലോ. ആരാണത്? സെയ്തലവി ആചാരുടെ വീടല്ലയോ സ്കൂൾ മാനേജർ? ആ അതെ. ആരാ? അരിപ്പാട്ടിന്ന് മാധവൻപിള്ള പറഞ്ഞ? അതെ അതെ. ഇങ്ങ് വരിന്ന്, ഇങ്ങോട്ട് കേറിയിരിക്കേ. എന്നാ ഞമ്മളങ്ങോട്ട് ഔത്തേക്ക് പോണേ. ഇജ അവിടെ നിക്കുന്നു. ഇത് ആരാന്ന് എനിക്ക് തിരിഞ്ഞാ? അറിയില്ല. ആ, ഇത് നമ്മടെ സ്കൂളിലെ പുതിയ മാഷാണേ. പടച്ചോനെ, ഈ ചെക്കനോ? അനക്കറിയില്ലേ നമ്മടെ ലവി അളക്കാൻ വരുന്ന മാധവൻപിള്ള? ആ, ഓന്റെ മനംകുട്ടിയാ. ഏയ് നിങ്ങൾ ഇരിക്കുന്നേ. ഏയ് ഞാനിവിടെ നിന്നോളാന്നേ. ആ ആ, അന്റെ
പേരെന്താ? കൃഷ്ണപിള്ളാന്ന്. ആ, ഇച്ച് ബേജാറാവാതേന്ന്. ഉമ്മയുടെ ഈ അരിപ്പാട്ടുകാരൻ കൃഷ്ണപിള്ള, ഈ ചെക്കൻ ഇവൻ ഉഷാറാവുന്നേ. ആ കൃഷ്ണപിള്ളേ, ഇതാ പടച്ചോനെ മനസ്സിൽ കരുതി ഈ ഇതിൽ ഒപ്പിട്. എന്റെ കുടുംബ ഈ സ്കൂള്. ഇനി മുതല് അന്റെ കൂടിയും കുടുംബായിട്ട് കരുതണം. ഇവിടെ ഉള്ളവരൊക്കെ അന്റെ കുടുംബക്കാരും. പറിച്ചു നടലിന്റെ വേദന അതെന്തിനേക്കാളും വലുതാ. എങ്കിലും ജനിച്ച നാട് തരാത്ത ഈ സൗഭാഗ്യം ഉണ്ടല്ലോ, അത് ഈ ഗ്രാമം വെച്ച് നീട്ടുമ്പോ ഈ സ്കൂൾ എന്റെ കുടുംബം തന്നെ, എന്റെ ജീവിതാ. ഇന്ന് നമുക്കൊരു കഥയായാലോ? കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇന്നൊരു ഭൂതത്തിന്റെ കഥ പറയാം. ഭൂതത്തിന് ഇഷ്ടമല്ലയോ നിങ്ങൾക്ക്? ഇഷ്ടാണ്. ആഹാ, ഭൂതത്തിനെ പേടിയാണ്. ആരും പേടിക്കണ്ട. ഭൂതം ഒരു പാവാണ് കേട്ടോ. ഭൂതം പണ്ടൊരു ഉണ്ണിയെ കട്ടുകൊണ്ടുപോയി. അയ്യോ, എന്നിട്ടോ? തീയായും കാറ്റായും മഴയായും ഉണ്ണിയുടെ അമ്മയെ ഭൂതം പേടിപ്പിച്ചു. അയ്യോ, പാവ അമ്മ. എല്ലാറ്റിനെയും തോൽപ്പിച്ച് ഉണ്ണീന്റെ അമ്മ തിരിച്ചു വാങ്ങി. എന്നിട്ടോ? ഭൂതം നെഞ്ചു പൊട്ടി കരഞ്ഞു. അയ്യോ. എന്നാ കേട്ടോളൂ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിത. എല്ലാ പൂരക്കാലത്തും ഉണ്ണിയുണ്ടോ ഉണ്ണിയുണ്ടോ എന്ന് ചോദിച്ച് ഭൂതം എല്ലാ വീട്ടിലും അലഞ്ഞു നടക്കാണ്. പാവം ഭൂതം. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലുറുമ്പരിച്ചാലു തലയിൽ വെച്ചാൽ തേനരിച്ചാലു തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം. ആ പിള്ളേ, കണ്ടിട്ട് 2 ദിവസമായെന്ന് ഇവിടെ പറഞ്ഞിട്ടല്ലേ ഉള്ളത്. അതെ, അതിനപ്പുറം ഈ വരവ് നീളില്ലല്ലോ. എന്താന്നറിയില്ല പിള്ളേ, കാലിനൊരു പൊരിച്ചല്. അതൊന്നും കാര്യമാക്കണ്ടെന്നേ, നീർക്കെട്ടാവും. മറുകൈ അറിയാതെ ഒരുപാട് കൊടുത്ത കൈയല്ലയോ.
ദൈവം കാത്തോളൂ. ആ പിള്ളേ, നമ്മുടെ ഈ ബന്ധം നമ്മളെ മക്കളായിട്ട് അങ്ങനെ ഉണ്ടാവണം. എന്റെ സ്കൂള് അതൊരു സ്കൂളാക്കിയത് ഇജാ. ഞാനൊരു കാരണം മാത്ര. പിള്ളമാഷിന്റെ സ്കൂള് അതാ ഇപ്പൊ ഇന്റെ സ്കൂളിന്റെ പേര്. അത് ഇജി അന്റെ ഒരുത്തന്റെ നയിപ്പന്നെയാണ്. എന്റെ ഇടതും വലതും നമ്മുടെ കാദറും സായിവും ജോണും എല്ലാരും കൂടി അങ്ങ് ഒത്തു പിടിച്ച പിന്നെ അതൊക്കെ ഞമ്മക്കറിയാലോ പിള്ളേ. ഓരൊക്കെ നമ്മളെ ഉള്ളിലുണ്ട്. ഓലില്ലെങ്കി പിന്നെ എന്ത് സ്കൂളാ? ആ ഓളെ പഠിത്തം കഴിഞ്ഞോ? നമ്മടെ മിനിമോളെ കാദറിനോടും പറഞ്ഞിട്ടുണ്ട് റസിയുടെ കാര്യം. നമ്മടെ റസിയായി ഇനി നമ്മടെ മക്കള് നോക്കട്ടടോ. നീർമാതളത്തിന്റെ ചില്ലമേൽ ആതിരപ്പാൽ നിലാച്ചോല വീഴുമ്പോ പിച്ച നടന്നൊരീ മണ്ണിന്റെ മഞ്ചാടി മുത്തും പവിഴമാകുമ്പോ നീലച്ചിറകാലളന്ന ചിതാകാശ ദൂരം മറന്നിളവേൽക്കാൻ ജാലകം താരകത്താലമാക്കും പാതിരാവിന്റെ താരാട്ടിലാടാൻ. ഈ വഴിയോരത്തൊരായിരം പൂവിതൾ തൂവിയ കൗമാരം തേടി നെറ്റിയിൽ ഭസ്മവരക്കുറിച്ചേലോടി നിൽക്കുമമ്മയെ തേടി വച്ചു മറന്ന കിനാവുകൾ തൻ നാട്ടുപച്ചയാം നാൾ വഴി തേടി എത്തുകയാണിതാ നീർമാതളം പൂത്ത മുറ്റത്തൊരേ സ്വപ്ന സഞ്ചാരി. മതി കളിച്ചത്. എന്റെ കുട്ടികളി ഇനി മാറിയില്ലേ? കാലം എത്ര വേഗാ കടന്നുപോയത്. എല്ലാം പറഞ്ഞേൽപ്പിച്ച് നമ്മുടെ മാനേജർ അങ്ങ് പോയി. പിന്നെ മറക്കാൻ പറ്റുമോ കുഞ്ഞു ഡോക്ടറെ? ദൈവം തട്ടിപ്പറച്ചെടുത്തില്ലേ? കാലത്തിന് ശരവേഗമല്ലയോ? ഇത് കണ്ടോ? കളിച്ച് നടക്കുക. ഇവളൊരു ടീച്ചറായ എന്താവും? ശുണ്ടിയും വാശിയും ഒക്കെ അറിയില്ല. അതൊക്കെ ഇച്ചിരി ആവാന്നേ. അവളെന്റെ മോളല്ലയോ? ഇല്ലയോടെ മോളെ? എന്നാലും ഇത്തിരി ദേഷ്യം കുറയ്ക്കണം. കുട്ടികളെ പഠിപ്പിക്കാനേ ഇത്തിരി ദേഷ്യവും ശുണ്ടിയും ഒക്കെ വേണം അല്ലേ അച്ഛാ? പിന്നെ ഇത്തിരി പേടിയൊക്കെ വേണ്ടേ? എന്നാലേ കുട്ടികൾ പഠിക്കൂ. ഈ അമ്മയ്ക്ക് എന്തറിയാം? ഓ തോറ്റു ഒരച്ഛനും മകളും. മണിയേ, അയ്യോ ഇതാരാ? എന്തിനാ അങ്ങോട്ട് വന്നേ? ഒന്ന് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെല്ലാം എനിക്കറിയാം മണിയെ. ഇതല്ല, നിന്റെ ഉപ്പായിക്ക് കൊടുത്ത വാക്കാ. അതൊക്കെ എനിക്ക് അറിയണതല്ല മാഷേ. ഈ മുറ്റത്തോട്ടാ ഞാൻ വന്ന് കയറിയത്. ഇവിടെ നിന്ന് തന്നെ ആവട്ടെ ഇവളുടെയും തുടക്കം.
പുതിയ ടീച്ചർ വന്നു. അതിനിപ്പോ എന്താ? അപ്പൊ എന്റെ ക്ലാസ്സില് വന്നില്ലാലേ? കുന്തം, അതിനിപ്പോ എന്താന്നാ ചോദിച്ച്. ചെവി പിടിച്ചാണ്ടല്ലോ മൂത്രം ശ്രേന്ന് പോവും. ചന്തിക്കൊന്ന് കിട്ടിയ ഇത് വെച്ച് പിന്നെ ബെഞ്ചിലും ഇരിക്കണ്ട. അപ്പൊ പോരെ പോരെ, സ്ലേറ്റ് എടുത്ത് വല്ലതും എഴുതാം. ഇനി രക്ഷയില്ല. പറിക്കാൻ പോരുമോ? പോരണം വിളി രാവിലെ. ആരെ നിങ്ങൾക്കാവശ്യം? വൈകെ ഞങ്ങൾക്കാവശ്യം. ആരവളെ കൊണ്ടുപോകും? ഞാൻ അവളെ കൊണ്ടുപോകും. കളിച്ചോ കളിച്ചോ, നീട്ടി കളിച്ചോ. എന്താ അപ്പോ? പുതിയ ടീച്ചറെ കണ്ടില്ലേ? കണ്ടൂലോ കണ്ടൂലോ, നന്നായി കണ്ടൂലോ. നല്ല ചന്തണ്ട്. ചാന്തോണ്ട് വലിയ പൊട്ടും തലയില് റോസ് പൂവും വെച്ച് എന്ത് രസാ കാണാന്. ചാന്തോണ്ട് പൊട്ട് ഇന്ന് കേട്ടേത്തിൽ തന്നെ നീറ്റും. ഓ, കയ്യിന്ന് പോയിട്ടില്ല. അയ്യോ വയ്യേ. എന്നെ നല്ല ഇഷ്ടായി. നിങ്ങള് പഠിക്കാതല്ലേ? എന്റെ ക്ലാസ്സിലെ മാളൂന് ടീച്ചർ അടുത്തിരുത്ത് ചോറ് വാങ്ങിക്കൊടുത്തു. അവൾക്ക് പുതിയ പെൻസിലും വാങ്ങിക്കൊടുത്തു. അവൾക്ക് മിണ്ടാനും ശരിക്കും നടക്കാനും ഒന്നും പറ്റില്ലല്ലോ, പാവല്ലേ. സ്കൂളിൽ വന്ന ഇനിയിപ്പൊ പഠിക്കണം. എനിക്ക് വയ്യട്ടോ പഠിക്കാൻ. വേണ്ട, പഠിക്കണ്ട. നല്ല പഞ്ചാര പിച്ച് കിട്ടും. പിന്നെ ചെവി പൊട്ടണ ചീത്തയും മാടിയും ഒക്കെ കൂടി ഓലപ്പടക്കം പൊട്ടണോലുണ്ടാവും. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. വ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്. വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിലലിയും ഇരുൾ നീലിമയിൽ എന്നോ പഴകിയോരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമി ഏകാന്ത താരകളെ. ഇന്നൊട്ടു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെയോരോ തളിരിനും പൂവരും കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, അരികത്തു ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യമൂന്നുവടികളായി നിൽക്കാം.
ആ സഫലമീ യാത്ര ആ സഫലമീ യാത്ര. അയ്യോ അയ്യോ അച്ഛാ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ ഉറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കാര്യം ഉഷാറാണ്. ഒരു കുരുത്തക്കേടും ഇനി നടക്കില്ല കേട്ടോ. തൂക്കി എറിയുമ്പടെ മീൻ ടീച്ചറ് പോലീസാ. ആ ചൂരലും കണ്ണുരുട്ടലും തലകൊടയലും എന്റെ അമ്മോ ഒന്നും വേണ്ട. പോയി വല്ലതും പഠിക്കട്ടെ. ഇനി കലക്കും. നമ്മുടെ മിനി ടീച്ചറല്ലേ ഹെഡ് ടീച്ചർ, അടിപൊളി. അമ്മയെ പോലെ നമുക്ക് ഓടിച്ചെന്ന് എന്തും ചോദിക്കാലോ. ആ ശരിയാ, കളിയും കലോത്സവം ഒക്കെ ഉഷാറാ അമ്മയുടെ സ്കൂളില്. അതെ, പണ്ട് ഇവിടുന്ന് പഠിച്ചു പോയി ഡോക്ടറും എഞ്ചിനീയറും കേണലും ഒക്കെ ആയോരുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ പറഞ്ഞതാ. നല്ല രസമായി പഠിപ്പിച്ച് എന്തും എപ്പോഴും സംശയം തീർത്തു തരുന്ന നമ്മുടെ ചങ്ക് ടീച്ചർമാരും കൂടെ ഉണ്ടല്ലോ. നമുക്ക് നന്നായി പഠിക്കന്നെ. ഇനി കളിയും പഠിത്തവും ഒക്കെ ഉഷാറാ. പിന്നെന്താ, നമ്മുടെ മെസ്സിയും റൊണാൾഡോയും കൂടെ ഉണ്ടല്ലോ. നമ്മുടെ സിയാദ് മാഷ് ലാൽ മാഷുന്നേ കട്ടക്കുണ്ടല്ലോ. പിന്നെ ഫുട്ബോളിന്റെ തത്വശാസ്ത്രവും പറഞ്ഞ് പിന്നാലെ നമ്മുടെ തായർക്കയും മനാഫ്കയും. ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കുമ്പോ ഒപ്പത്തിനൊപ്പം നിന്ന് അരം പകരാൻ റെഡി മാഷും അമൽ മാഷും അനീഷ് മാഷും കൂടിയായാൽ നമ്മുടെ ഉള്ളം കയ്യിലിരുന്ന് ഫുട്ബോൾ ഇങ്ങനെ. നമ്മുടെ സ്കൂളാണ് സ്കൂള്. മുത്തല്ലേ നമ്മുടെ മിനി ടീച്ചർ. പൂവിലും കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെന്നു വേറെ. ഒരു പൂവിലും കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെന്നു വേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. നിന്നെ പടർത്തി നീരിച്ചൊരാകാശമെങ്ങു വേറെ.
ഒത്തൊരുമിച്ച പ്രയത്നം, പേരെടുത്ത് പറയാൻ കഴിയാത്ത അത്രയും ആളുകളുടെ ആത്മാർത്ഥ സേവനമാണ് ഈ സ്കൂൾ. പൈതൃകമായി എന്നിലേൽപ്പിച്ച കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യവും ഉള്ളിലുണ്ട്. എനിക്ക് പിന്നാലെ ഇനിയുള്ള കൈകളിലും സ്കൂൾ സുരക്ഷിതമായിരിക്കും എന്നൊരു വിശ്വാസവും എനിക്കുണ്ട്. എന്റെ മുന്നിലുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ അർപ്പണബോധത്തിന് നന്ദി. എന്റെ വഴിയിലെ വെയിലിനും നന്ദി, എന്റെ ചുമലിലെ ചുമടിനും നന്ദി, എന്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി. വഴിയിലെ കൂർത്ത നോവിനും നന്ദി, ചുവപ്പിച്ച സൂര്യനും നന്ദി, നീളുമീ വഴി ചുമടു താങ്ങിതൻ തോളിനും വഴിക്കിണറിനും നന്ദി. അനന്തമായ ജീവിതയാത്രയിലെ ഒരിടവേള. പിച്ചവെച്ചും താളം പിടിച്ചും വളർന്നെടുത്തു തന്നെ പടർന്നു പന്തലിക്കാൻ കിട്ടിയ അപൂർവ സൗഭാഗ്യം, അനിവാര്യമായ വിടവാങ്ങൽ. ഓരോ ചുമരിനോടും കാറ്റിനോടും മണൽത്തരികളോടും എന്റെ എല്ലാമായ സഹപ്രവർത്തകരോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി.